ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ, സൂപ്പർ ബമ്പർ. മുതലാളി ജഗ ജഗ ജഗ. ഇന്ന് കൈനഗിരിയിലാണ് സി കേരളം സൂപ്പർ ബമ്പർ. ഞാൻ ദേ ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഇവിടെ പൊടിപൂരം എന്ന് പറയാൻ പറ്റില്ല, കാരണം ചുറ്റും നിറയെ വെള്ളം ആയതുകൊണ്ട് നമ്മൾ പൊളിച്ചടുക്കുമെന്ന്. റെഡിയല്ലേ? നമ്മൾ മുന്നോട്ട് പോവല്ലേ? അവിടെ ഇതാണ് കൈനഗിരി. കൈനഗിരിയുടെ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് നമ്മൾ ബോട്ടിനൊക്കെ പോവില്ലേ, കറങ്ങാനായിട്ട് പോവില്ലേ, ആ ഹൗസ് ബോട്ട് പോകുന്ന ആ വഴിയാണ്. ഇത് കൈനഗിരിയിലൂടെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ കുറച്ച് ചേച്ചിമാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. എന്നിട്ട് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാം. 25,000 രൂപയല്ലേ നമ്മുടെ കയ്യിലുള്ളത്. ഒരു ചേട്ടൻ കീ എന്നൊക്കെ പറഞ്ഞിട്ട് പാഞ്ഞു പോകുന്നുണ്ട്. പുള്ളീനെയും പൊക്കാന്നേ. സകല ആൾക്കാരെയും നമ്മൾ ഇന്ന് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കും. കൈനഗിരിയിൽ ഇന്ന് നമ്മൾ കാശ് വാരി വെതറും. പോരെ? നമസ്കാരം ചേച്ചി. വരെ എവിടെ പോണു? സൂപ്പർ ബമ്പർ ഷൂട്ടിങ്ങിനോ? എന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഇവരൊക്കെ അറിഞ്ഞോ ഞാൻ വരണത്? എന്താ പേര്? എന്റെ പേര് കുഞ്ഞമ്മ. കുഞ്ഞമ്മ. എന്റെ പേര് സുശീല. രണ്ടു ഉഷയോ? അത് ശരി. അപ്പൊ എന്തായാലും നിങ്ങൾ സൂപ്പർ ബമ്പറിന് പോകണമെന്ന് പറഞ്ഞാൽ ഇതും പിടിച്ചോണ്ട് പോക്കോ. അപ്പൊ പോകുമ്പോ ഒരു ഉഷാറായി ഇവിടെ പിടിച്ചോ. എന്റെ ഒരു സമ്മാനം, തുടക്കം തന്നെ സമ്മാനം. നമുക്ക് അവിടെ കാണാം. ഞാൻ കുറച്ച് ആൾക്കാരെ ഇവിടെ കണ്ടുപിടിക്കട്ടെ. ടാറ്റാ. കിഴക്കിന്റെ വെനീസ് ആലപ്പുഴയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിന്റെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് ഇതാ ഇങ്ങനെയുള്ള ഇടത്തോടുകളും ഇതുപോലുള്ള ചേട്ടന്മാരൊക്കെ വരുന്നത്. നമസ്കാരം ചേട്ടാ. സൂപ്പർ ബമ്പർ ഉണ്ട് ഇവിടെ. 25,000 രൂപ വരെ സമ്മാനം കിട്ടും. അങ്ങോട്ട് വരണം വഞ്ചി ഒതുക്കിയിട്ട്. പൊളിക്കാം. അപ്പോൾ നമുക്ക് ഈ ഇടവഴികളിലൂടെയും ഇത്തരം നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മുന്നോട്ട് പോകാം. കുറച്ച് അമ്മച്ചിമാരെയൊക്കെ കണ്ടെത്തിയിട്ട് നേരെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വരാൻ പറയാം. ഇവിടെ ഒരു ചേച്ചി നിൽപ്പുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് ചില ആൾ വീട്ടു പണിയില്ല, എന്നാലും നമുക്ക് വിളിക്കാലോ. നമസ്കാരം ചേച്ചി. നമസ്കാരം. അരി കഴുകിക്കൊണ്ടിരിക്കുകയാണോ? പച്ചരിയാണല്ലേ? എന്താ പുട്ടാണോ അപ്പമാണോ? അപ്പത്തിനാണ്. അപ്പവും മീൻകറിയല്ലേ? അത് താറാവ് കറിയോ? എന്തെങ്കിലും കറി. ദേ സി കേരളം സൂപ്പർ ബമ്പർ പരിപാടിയിൽ നിന്ന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. 25,000 രൂപ വരെ സമ്മാനമുണ്ട്. അങ്ങോട്ട് വരില്ലേ? കുറച്ച് മത്സരങ്ങളൊക്കെ ഉണ്ട്, അതിൽ പങ്കെടുത്ത സമ്മാനം കിട്ടും. പെട്ടെന്ന് ഇതൊക്കെ ഒതുക്കി വെച്ചിട്ട് വേഗം വാ. ഇതുപോലെ ഒരുപാട് പേരുണ്ട് ഇവിടെ, നമുക്ക് തകർക്കാം. ദേ അവിടെ ഒരു അമ്മച്ചി നിൽക്കുന്നു. നമസ്കാരം. സൂപ്പർ ബമ്പറാണ്, വരണം. എല്ലാവരും വരും, എനിക്കറിയാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ബമ്പറിൻ്റെ കളിക്കളത്തിൽ നിന്ന് പാട്ടൊക്കെ ഇവിടെ വരെ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരെ ആ കളിക്കളത്തിലേക്ക് ചെല്ലാം. അവിടെ ഒരുപാട് പേര് ഇപ്പം തന്നെ റെഡിയായി നിൽക്കേണ്ടതെന്നാണ് ഞാൻ അറിഞ്ഞത്. നമ്മുടെ കയ്യിൽ 10-25,000 രൂപയുണ്ടല്ലോ, അതെല്ലാം അവർക്ക് കൊടുത്ത് ഉഷാറാക്കി സന്തോഷമാക്കിയിട്ട് ഇന്ന് കൈനഗിരിയിൽ നിന്ന് നമ്മൾ പോകും. നമുക്ക് അവിടെ പോയാലോ? പോകും. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ. ആലപ്പുഴ ജില്ലയിലെ കൈനഗിരിയിലെ മുക്കത്താണ് ഇന്ന് സി കേരളം സൂപ്പർ ബമ്പർ അടിച്ചു പൊളിക്കാൻ പോകുന്നത്. റെഡിയല്ലേ?
സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിന്റെ ഇന്നത്തെ അധ്യായം നമ്മൾ ദാ ഇവിടെ തുടങ്ങുകയാണ്. റെഡി? നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഒന്ന് ഉഷാറാക്കാനായിട്ട് ഇവിടെ ഞാൻ ഇപ്പൊ പ്രളയമൊക്കെ അനുഭവിച്ചിട്ടും യാതൊരു കൂസലുമില്ലാതെ വളരെ ശാന്തമായിട്ട് നന്നായി അടിച്ചു പൊളിച്ച് ഇവർ ജീവിക്കുകയാണ്. അവരപ്പൊ നിങ്ങൾ എനിക്കൊരു നല്ല പാട്ട്, നിങ്ങളുടെ നാടിന്റെ പാട്ട് എനിക്കൊന്ന് പാടിത്തരണം. വേണ്ടേ? ആരാ അതിനു വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നേ? കൈനഗിരിയുടെ ആഘോഷമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ കൂടെ സന്തോഷേട്ടൻ റെഡി ആയിട്ട് നിൽക്കാണ്. സന്തോഷേട്ടാ, എന്ത് പാട്ടാ പാടാൻ പോകുന്നേ? വഞ്ചിപ്പാട്ടാ പാടാൻ പോകുന്നത്. അത്തിനന്തം പാടിയല്ലോ, തിന്തിനന്തം പാടിയല്ലോ, നമ്മളൊന്നാണ് പാടാം നമ്മളൊന്നാണ്. ആ പണ്ട് പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ച് മണി മഞ്ചം ചുമന്ന്. സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ് നമ്മൾ ആരംഭിക്കുന്നു ദാ ഇപ്പോ ഈ നിമിഷം. ഇന്നത്തെ ഗെയിമൊക്കെ ഉഷാറ് ഗെയിമുകളാണ്. എല്ലാവരും ഉഷാറായിട്ട് പങ്കെടുക്കണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. 25,000 രൂപ വരെയുള്ള സമ്മാനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്, 1000 രൂപ മുതൽ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് നിയമങ്ങളുണ്ട്, എങ്ങനെയാണ് ഈ രൂപയൊക്കെ കിട്ടുക എന്നുള്ളതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആ നിയമങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം. സൂപ്പർ ബമ്പർ നേടണമെങ്കിൽ 6 കടമ്പകളാണുള്ളത്. ആദ്യ റൗണ്ട് 120 സെക്കൻഡാണ് സമയം. വിജയിക്ക് 1000 രൂപ ലഭിക്കും. ഈ പണം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നതാണ്. രണ്ടാം റൗണ്ട് 100 സെക്കൻഡാണ് സമയം. വിജയിക്ക് 2000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാം റൗണ്ട് 80 സെക്കൻഡാണ് സമയം. വിജയിക്ക് 3000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാം റൗണ്ട് 60 സെക്കൻഡാണ് സമയം. വിജയിക്ക് 5000 രൂപ ലഭിക്കും. മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാം റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിക്ക് 10000 രൂപ ലഭിക്കും. എന്നാൽ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാം റൗണ്ട് 20 സെക്കൻഡാണ് സമയം. അതായത് സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിക്ക് 25,000 രൂപ ലഭിക്കും. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10,000 രൂപയാണ്. അപ്പോൾ ദാ ഈ കണ്ടതൊക്കെയാണ്, ഈ കേട്ടതൊക്കെയാണ് നമ്മുടെ നിയമങ്ങൾ. അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കൊന്നും വേണ്ട. മതി മറന്ന് നന്നായിട്ട് അങ്ങോട്ട് മത്സരിക്കുക, ഓരോരോ മത്സരങ്ങളും വിജയിക്കുക. എന്നിട്ട് ദാ ക്യാഷ് കൃത്യമായിട്ട് കൊണ്ടുപോവുക. അല്ലാത്തവർ തൽക്കാലം അവിടെ ഇരുന്ന് കാണുക. നമുക്കേ ആദ്യത്തെ പരിപാടിയിലേക്ക് കിടക്കാം. പതിവ് പോലെ ദാ ഈ കൂട്ടത്തിൽ കുറച്ച് പേരെ നമ്മൾ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് ഒരാളെ നമ്മൾ ലോട്ടിട്ടെടുക്കും. അദ്ദേഹമായിരിക്കും, അല്ലെങ്കിൽ ആ ചേച്ചിയോ ചേട്ടനോ ആരെങ്കിലും ഒരാളായിരിക്കും ആദ്യത്തെ മത്സരാർത്ഥി. അപ്പോൾ ഇതിൽ ഒന്ന് ലോട്ടിട്ടെടുക്കണം. അപ്പോൾ ഇവിടെ നന്നായിട്ട് പാടുന്ന ഒരു പുള്ളി ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഒരാൾ നിൽപ്പുണ്ട്. എനിക്കറിയാതെ, ഞാൻ കണ്ടുപിടിച്ചായിരുന്നു നന്നായിട്ട് പാട്ട് പാടുന്നത്. മോളിങ് വന്നേ, പാട്ടും പാടാം, ലോട്ടും എടുക്കാം. പാട്ട് ലോട്ട്, അതാണ് നമ്മുടെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഒരു നല്ല കൈയടി കൊടുത്തേ. പാട്ടുപാടി ലോട്ടെടുക്കാനുള്ളതേ ആളിവിടെ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ പറ, ഹലോ പറ. ആ നമസ്കാരം. നമസ്കാരം. നിങ്ങൾ കേട്ടോ ആ നമസ്കാരം? ആ കണ്ടോ, ആരും കേട്ടില്ല, ഓരൊക്കെ പറഞ്ഞേ നമസ്കാരം. നമസ്കാരം. ഇത് കേട്ടു അല്ലേ? അത് കുഴപ്പം, ഒരു കൈയടി കൊടുത്തേ. എന്താ പേര്? ആർദ്ര. ആർദ്ര. ആർദ്രക്കുട്ടിയാന്നോ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2ാം ക്ലാസ്സിലായിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പാട്ട് പാടും. നമുക്ക് ആദ്യം പാട്ട് പാടിയാലോ? എന്നിട്ട് ലോട്ട് എടുക്കാം. പാട്ട് ലോട്ട്, ലോട്ട് പാട്ട്. കേട്ടോ അങ്ങനെ? അയ്യോ നാണാണ്. പാടിക്കോ. റെഡി? നല്ല കൈഡി കൊടുക്കണോട്ടോ നമ്മുടെ ആർദ്ര മോൾക്ക്. പാടിക്കോ. കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം. കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. അമ്പോ, ഗംഭീരായിരുന്നല്ലോ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പാട്ട് പാടുമ്പോ കണ്ണാന്തുമ്പിയൊക്കെ കൂട്ടുകൂടാൻ വരാറുണ്ടോ ശരിക്കും? അയ്യോ വരാറുണ്ട്. ഇതേ ഉടുപ്പിട്ട ഒരാൾ അവിടെ നിൽക്കണ്ടല്ലോ കണ്ണടയൊക്കെ ഇട്ടിട്ട്, അതാരാ? എന്റെ ചേച്ചി. ചേച്ചിയുടെ പേരെന്നാ? ആദിത്യയും ആർദ്രയും. റെഡി? ആർദ്ര, നമുക്കെന്നാ ലോട്ട് എടുത്താലോ ഇനി? ആർദ്രക്കുട്ടി ഇതിൽ നിന്നും ഒരാളുടെ പേരെടുത്ത് എനിക്ക് തരും. ആ ആളായിരിക്കും ഇന്നിവിടെ ആദ്യം മത്സരിച്ച് പൈസയൊക്കെ മേടിക്കാൻ പോകുന്നത്.
അപ്പൊ ആ ആളെ നോട്ട് ചെയ്ത് വെച്ചോ. ആ ആൾക്ക് കാശ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പകുതി മേടിക്കാം. ആരുടെക്ക് സന്തോഷമായി അത് കേട്ടപ്പോ. വാ, നല്ല ഒരു കയ്യടി. മോൾക്ക് നമ്മളൊരു സമ്മാനം കൊടുത്തിട്ടാണ് വിടുന്നത്. നമ്മുടെ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ് ആർദ്ര മോൾക്ക് കൊടുക്കുന്നു. നന്നായിട്ട് പാട്ടുപാടി ലോട്ടെടുത്ത നമ്മുടെ ആർദ്ര മോൾക്ക് എന്നാ കൈയടിച്ചേ, എല്ലാരും കൈയടിച്ചേ, ഉഷാറാക്കിയേ. അപ്പൊ താങ്ക് യു. ഇനിയാണ് ഇവിടെ പൊടി പാറ്റുന്ന പൊടിപൂരം നടക്കാൻ പോകുന്നത്. ആദ്യത്തെ മത്സരാർത്ഥി ഇതാ എന്റെ കയ്യിലിരിക്കുന്നു. അത് മറ്റാരുമല്ല, രേഖ. എവിടെയാണ് രേഖ? ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത്. നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥി രേഖ ദാ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമസ്കാരം രേഖ ചേച്ചി. നമസ്കാരം. എന്ത് ചെയ്യുന്നു? ഞാൻ കൈനകരി നവഭാവന കൈനകരി കുട്ടനാട് എന്ന നാടൻപാട്ട് സമിതിയിൽ നാടൻപാട്ടും വെഞ്ചിപ്പാട്ടും അവതരിപ്പിക്കുകയാണ്. അത് ശരി, കലാകാരിയാണ്. നമുക്ക് പറ്റിയ ആളാണ് ആദ്യത്തെ മത്സരാർത്ഥിയായിട്ട് കിട്ടിയിരിക്കുന്നത്. പാട്ടും പാടാം, മത്സരിക്കുകയും ചെയ്യാം. അപ്പൊ മൊത്തത്തിൽ ഉഷാറാവും, നമുക്ക് ബോറടിക്കത്തേ ഇല്ല. എവിടെ വീട്? ഇവിടെ കൈനകരിയിൽ തന്നെ. വീട് സ്വന്തം വീട് രാമങ്കരിയാണ്. ഞാനിപ്പോ താമസിക്കുന്നത് അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴയാണ് ഇപ്പൊ താമസിക്കുന്നത്. ഓക്കെ. നിങ്ങളുടെ ഈ സംഘത്തിൽ എത്ര പേരുണ്ട്? ഞങ്ങള് 12 പേരാണ്. സ്ത്രീകൾ തന്നെയാണോ? 12 സ്ത്രീകൾ തന്നെയാണ്. അത് ശരി. നിങ്ങൾ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ പോയി ചെയ്യാറുണ്ടോ? ഒരുപാട് 10 വർഷക്കാലമായിട്ട് വഞ്ചിപ്പാട്ടും നാടൻപാട്ടും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമിതിയാണ് ഞങ്ങളുടെ. നമുക്ക് ഇന്ന് ഇവിടെ ഒരു പ്രോഗ്രാം ചെയ്തു തരും? തീർച്ചയായും. ഗെയിം കൂടാണ്ട് ടീം മൊത്തം ഇവിടെ എത്തിയിട്ടുണ്ടോ? എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ടോ? ഒന്ന് കൈയടിച്ചേ. അവിടെ ഉണ്ട്, ഫുൾ ടീം ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ടെൻഷൻ വേണ്ട. ചേച്ചി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ട്, മോനുണ്ട്. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് വലിയൊരു കുടുംബമാണ് ഞങ്ങളുടെ. കൂട്ടുകുടുംബമാണ്. അത് ശരി, കൂട്ടുകുടുംബത്തിന്റെ. അപ്പൊ ഇപ്പൊ അധികം ഒന്നും ഇല്ലാത്തൊരു കാര്യം അത്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് സാമൂഹ്യ പ്രവർത്തകനാണ്. ചെറിയ രീതിയിൽ ഞാനും ഒരു സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ആളാണ്. ഓക്കെ. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ ഈ ദിവസങ്ങളിൽ? ഞങ്ങള് പ്രളയം വന്നു പോയപ്പോ എന്തായാലും കാര്യമായിട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. പ്രളയം അല്ലാതെ SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ്. അപ്പൊ ഞങ്ങള് പ്രളയമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി വർക്കുകൾ ചെയ്തു, നിരവധിയായ വർക്കുകൾ ചെയ്തു. അപ്പൊ എന്തായാലും നമുക്ക് രേഖ ചേച്ചിയുടെ ആദ്യത്തെ മത്സരത്തിലേക്ക് കിടക്കാം. ചേച്ചി, നമുക്ക് ആദ്യം ലോട്ട് എടുത്തിട്ട് ഏതാണ് ഗെയിം എന്ന് നോക്കണം. എന്തായാലും ഈ 2 പെട്ടികൾ കണ്ടോ ചേച്ചി? ഇതിൽ ഏത് പെട്ടിയായിരിക്കും പെട്ടെന്ന് വേണ്ടത്? അതെ, പെട്ടെന്ന് വേണ്ടത് നമ്മുടെ പണപ്പെട്ടിയായിരിക്കും. പക്ഷെ നമ്മള് വളരെ പയ്യെ അത് കൊടുക്കുള്ളൂ. പെട്ടെന്ന് തരുന്നത് പണിപ്പെട്ടിയാണ്. അത് പണിപ്പെട്ടി, ഇത് പണപ്പെട്ടി, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അതിൽ നിന്ന് ഒരു ഗെയിം നമ്മൾ എടുക്കും. ആ ഗെയിമാണ് നമ്മൾ ആദ്യം മത്സരിക്കുക. ആ ഗെയിമിന് 1000 രൂപയാണ് സമ്മാനം. 120 സെക്കൻഡ് സമയത്തിനുള്ളിലായിരിക്കും ആ ഗെയിം പൂർത്തിയാക്കേണ്ടത്. ഗെയിം എന്താണെന്നൊക്കെയുള്ളത് അതിലുണ്ടാവും. നമുക്ക് നോക്കിയാലോ എന്താണ് ഗെയിം എന്നുള്ളത്? നോക്കിയാലോ. രേഖ ചേച്ചിയുടെ ആദ്യത്തെ മത്സരത്തിന്റെ പേരാണ് കോരിപ്പിടി. പേടിയായോ ഇത് കേട്ടപ്പോ? ഈ ഗെയിം ഞാനൊന്ന് പറഞ്ഞുതരാം ആദ്യം. അതായത് കോരിപ്പിടി എന്ന് പറയുന്നത്, ചേച്ചിയുടെ കയ്യിൽ കുറെ ബോളുകൾ തരും, ചെറിയ ചെറിയ ബോള്. ഒപ്പം 2 കൂട്ടുകാരെ വിളിക്കേണ്ടി വരും. അവരുടെ കയ്യിൽ നമ്മൾ ഒരു കയറിൽ ഒരു ബാസ്ക്കറ്റ് കെട്ടി കൊടുത്തിട്ടുണ്ടാവും. സത്യത്തിൽ അവരാണ് ചേച്ചിനെ സഹായിക്കേണ്ടത്. അതുകൊണ്ട് നല്ല സുഹൃത്തുക്കൾ ചെയ്യണം. ചേച്ചി ബോൾ ഇങ്ങനെ ഉരുട്ടി ഒറ്റ ബൗൺസ് ചെയ്തിട്ട് എറിഞ്ഞു കൊടുക്കണം. ബൗൺസ് ചെയ്ത് വരുന്ന ബോൾ അവരിങ്ങനെ കോരി ക്യാച്ച് ചെയ്യണം. എന്തായാലും ആരെയാ 2 പേരെ വിളിക്കാൻ പോകുന്നത്? ഓമന ചേച്ചി, ഗിരിജ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ. രേഖയും സംഘവും ആദ്യത്തെ മത്സരത്തിന് തയ്യാറായിരിക്കുകയാണ്. കോരിപ്പിടുത്തമാണ് മത്സരം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ചേച്ചി അപ്പൊ പറഞ്ഞ പോലെ ഇരിക്കുന്ന മഞ്ഞ ബോളുകൾ ഇവിടെ ബൗൺസ് ചെയ്ത് എറിയുക. എറിയുന്നത് അവിടെയല്ല വേണ്ടത്, നിങ്ങളത് കോരി പിടിക്കുക, എന്നിട്ട് അതിലിടുക. ഇതിൽ കൈകൊണ്ട് പിടിക്കരുത് കേട്ടോ, ഇടുന്ന നേരത്ത് പോലും. 120 സെക്കൻഡ് സമയമാണ് ഇവർക്ക് കൊടുക്കുന്നത്. 1000 രൂപയാണ് സമ്മാനം. ഈ ഇരിക്കുന്ന ബാസ്ക്കറ്റിൽ നിന്നും ഒരു 10 ബോളുകൾ നമുക്ക് ആ വെള്ള ബക്കറ്റിലേക്ക് എത്തിക്കാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഒന്ന് സിമ്പിൾ, നന്നായിട്ട് കഴിച്ചേ, അടിപൊളി. 1 അതിന് ആദ്യം ഇതുപോലെ ചെയ്യും, റിസ്ക് എടുക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. 2 സിമ്പിൾ, സമയമുണ്ട്. 3 അത് ശരി, കളി പഠിച്ചു. 4 5 ഞാൻ വീട്ടിൽ പോണ്. പോയി
10. രേഖ ചേച്ചി 1000 രൂപ സ്വന്തമാക്കിയിരിക്കുന്നു. ആ സന്തോഷത്തിൽ നമുക്കൊന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥി രേഖ ചേച്ചി 1000 രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഒന്നും നോക്കുന്നില്ല, 1000 രൂപ കയ്യോടെ അങ്ങോട്ട് കൊടുത്തേക്കാം. ഇനിയിപ്പോ അതിന്റെ പേരിൽ ക്ഷമ നശിക്കണ്ടല്ലോ. 1000 രൂപ രേഖ ചേച്ചിക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തേ. അതാണ് കണ്ടല്ലോ, എല്ലാരെയും കാണിച്ചിട്ടുണ്ട്. ഇടവേളകൾ ആനന്ദകരമാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമുക്ക് ഇപ്പൊ പാട്ടുപാടി തരാൻ പോകുന്ന മിടുക്കി കുട്ടിതാ ഈ നിൽക്കുന്നു. എന്താ പേര്? ഹരിപ്രിയ. ഹരിപ്രിയ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആണല്ലേ. ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടോ? ആരാ ബെസ്റ്റ് ഫ്രണ്ട്? ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? ഇനി മുതൽ എന്റെ പേരും പറയണം കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് പറയുമ്പോ പറയൂ. അങ്ങളുടെ പേരെന്തുവാ? ആ അതങ്ങോട്ട് ചോദിക്ക്. മിഥുൻ എന്നാണ് എന്റെ പേര്. പറയൂ. മിഥുൻ. ആ മിഥുൻ. ബെസ്റ്റ് ഫ്രണ്ട് ആരാ? മിഥുൻ. ആ അത് വിളിച്ചു. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? നാടൻ പാട്ടാണ് പാടാൻ പോണത്. ആ കണ്ണമ്മ കണ്ണമ്മ. ആ പൊളിച്ചു. നമുക്ക് അങ്ങോട്ട് ആടി തിമിർക്കാം. റെഡി അല്ലേ? തുടങ്ങിക്കോ. ലാലാലേ ഓ ലലേ ലേ 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 കണ്ണമ്മ കണ്ണമ്മ കറിയുണ്ട്, കാക്കറച്ചിയും കണ്ടമ്മീനും, ചെമ്പാഞ്ചോറു തിളച്ചു വരുമ്പോൾ കൈയിട്ടിളക്കടി കണ്ണമ്മ തകലാലേ ലാലലേ ലേ 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 ലാലാലേ ഓ ലലേ ലേ 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 പൂവാ പൂവാ നായക്കുട്ടി, ഞാൻ വളർത്തിയ നായക്കുട്ടി, വെള്ളിക്കിടം വിട്ട് സന്ധ്യയ്ക്കു പോറേ വീട്ടെ പത്തുക്കോ നായക്കുട്ടി തകലാലേ ലാലലേ ലേ 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 ലാലാലേ ഓ ലലേ ലേ 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 ലേ. അടിപൊളി. നല്ലൊരു കൈയടി കൊടുത്തേ. വെറുതെ കൊതിപ്പിച്ചല്ലേ. ആദ്യം ഏതൊക്കെ മീനിന്റെ പേരൊക്കെയാ പറഞ്ഞത്? ഒന്നും കൂടി പറഞ്ഞത്. ഫസ്റ്റ് പേര് എന്തായിരുന്നു? കണ്ണമ്മ കണ്ണമ്മ കറിയുണ്ട്. കണ്ണമ്മ കണ്ണമ്മ കറിയുണ്ട്, കാക്കറച്ചിയും കണ്ടമ്മീനും, കാക്കറച്ചിയും കണ്ണമ്മയും, ചെമ്പാഞ്ചോറ് തിളച്ചു വരുമ്പോൾ ചെമ്പാഞ്ചോറ് തിളച്ചു വരുമ്പോ കൈയിട്ടിളക്കടി കണ്ണമ്മ, കൈയിട്ടിളക്കടി കണ്ണമ്മ, കൈയിട്ടിളക്കടി കണ്ണമ്മ. ഇതൊക്കെ കേട്ടിട്ട് നല്ല ചോറും മീൻകറിയും കൂട്ടിയിട്ട് ഇത് ഇവിടെ ഇരുന്ന് കഴിക്കാൻ തോന്നാണ്. നല്ലൊരു കൈയടി കൊടുത്തേ. അപ്പോ ഇടവേള ആനന്ദകരമായി. ഗംഭീര ഒരു പാട്ട് കേട്ടു. എന്റെ വയറ് നന്നായിട്ട് നിറഞ്ഞു. ഇനി നമുക്ക് അടുത്ത മത്സരത്തിലേക്ക് പോകാം. ഇനി രേഖ ചേച്ചി പങ്കെടുക്കേണ്ടത് 2000 രൂപയുടെ മത്സരമാണ്. അത് 2000 രൂപ കയ്യിൽ കിട്ടുന്ന മത്സരമല്ല, 3000ത്തിലേക്കുള്ള എൻട്രിയാണ് ആ മത്സരം എന്ന് പറയുന്നത്. ഇത് ജയിച്ചാലാണ് നമുക്ക് അവിടെ വരെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് വളരെ ശക്തമായിട്ട് മത്സരിച്ചേക്കണം. റെഡി അല്ലേ? ഇപ്പോഴേ റെഡി ആയിട്ട് നിൽക്കുന്നു. നമുക്ക് ലോട്ട് എടുക്കാം. രേഖ ചേച്ചി 2000ന്റെ അതായത് സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കുന്നു. മത്സരം തൂക്കുതല. തൂക്കുതല എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. തലയിൽ നമ്മളൊരു കയറിങ്ങനെ നൈസിന് കെട്ടിയിട്ട് ഒരു ബോള് അതിലിട്ടിട്ടുണ്ടാവും. അപ്പൊ അതിങ്ങനെ നമുക്കിങ്ങനെ ആട്ടാം. താഴെ നമ്മൾ കുപ്പിയിൽ മുകളിൽ ബോളുകൾ വെച്ചിട്ടുണ്ടാവും. നിരത്തി 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 വെച്ചിട്ടുണ്ടാവും. കുപ്പിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംഭവത്തിന്റെ മുകളിൽ ബോൾ. ഇതുകൊണ്ട് ഇങ്ങനെ ആട്ടി ആട്ടി ആ ബോളുകൾ ഓരോന്നായി തട്ടിക്കളയുക. അതാണ് ഗെയിം. രേഖ ചേച്ചി ഇതേ കണ്ട ഫുൾ സെറ്റായി. ആനയുടെ തുമ്പിക്കൈ പോലെ ഫ്രണ്ടിൽ ഒരു ചരടൊക്കെ കെട്ടി ആൾ അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. ഈ ഫ്രണ്ടിലിരിക്കുന്ന കുപ്പികളിലിരിക്കുന്ന ബോളുകൾ കണ്ടോ ചേച്ചി? ഇത് 6 എണ്ണം ഉണ്ട്. നമ്മൾ 2000ന്റെ റൗണ്ടാണ്, 3000ത്തിലേക്കുള്ള എൻട്രി റൗണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 100 സെക്കൻഡ് സമയം നമ്മൾ കൊടുക്കുന്നുണ്ട്. 100 സെക്കൻഡ് സമയത്തിനുള്ളിൽ ഈ 6 എണ്ണവും തട്ടിയിടണം. അതുകൊണ്ട് ആട്ടി ആട്ടിങ്ങനെ. റെഡി അല്ലേ? തുടങ്ങാം നമുക്ക്. റെഡി 1 2 3 സ്റ്റാർട്ട്. പോരെ 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 പോരെ. അതന്നെ ആട്ടെ. ശരി ഫ്രണ്ടിലേക്ക്. ഒന്ന് സിമ്പിളാണ്. നമ്മൾ ഇന്നിപ്പോ റെഡിയാക്കി തരാം. ഇപ്പൊ ശരിയാക്കി തരാം. പോരട്ടെ ഒന്നുകൂടി. അത്രേ ഉള്ളൂ. ഒന്നുകൂടി കിട്ടു 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 കിട്ടും. അതന്നെ. ആ പോയി. സൈഡ് വഴി പോയി. അത് അടുത്തത് നന്നായിട്ട് കൈയടിച്ചേ. നന്നായിട്ട് 20 സെക്കൻഡ് കഴിഞ്ഞു. അപ്പൊ 2 എണ്ണം. മൂന്നാമത്തത് വീണിരിക്കുകയാണ്. പോരട്ടെ. ആള് കറക്റ്റായിട്ട് നിന്ന് 30 സെക്കൻഡ് 4 എണ്ണം. 30 സെക്കൻഡിൽ 4 എണ്ണം. ഓക്കെ അടിപൊളി. ശ്രമിക്കും കിട്ടും. 30 സെക്കൻഡിൽ 4 എണ്ണം. നാലാമത്തെ 5 എണ്ണവും വീണുണ്ട്. 5 എണ്ണവും വീണു.
100 സെക്കൻഡ് ഒന്നും വേണ്ട എനിക്ക്. 6 ഞാൻ തട്ടിത്തെറിപ്പിച്ചു. വെറും 50 സെക്കൻഡിൽ 6 വീഴ്ത്തി 3000ന്റെ റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നു രേഖ ചേച്ചി. നല്ലൊരു കൈ കൊടുത്തേ. രേഖ ചേച്ചി, എന്തോ 1000 സ്വന്തമായി കിട്ടി. 3000ത്തിലേക്ക് നമ്മൾ കിടന്നു. അങ്ങനെ കടന്ന് 25,000 വരെ എത്താം. കാശ് കിട്ടിയാൽ 25,000മോ അതിൽ താഴെയുള്ള ഏതെങ്കിലും എമൗണ്ട് ഒക്കെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടിയാൽ എന്ത് ചെയ്യും? നാടൻപാട്ട് സമിതിക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത് വാദ്യോപകരണങ്ങൾ വാങ്ങും. ഞങ്ങൾ ഇപ്പം റെന്റിനടുത്താണ് ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പം അതിന് അത്യാവശ്യം വേണ്ട തകില്, ചെണ്ട, അങ്ങനെയുള്ള അത്യാവശ്യ വാദ്യോപകരണങ്ങൾ വാങ്ങും. നല്ലൊരു കൈഡി കൊടുത്തേ. നമുക്കപ്പോ 3000ന്റെ ലോട്ട് എടുത്താലോ? എടുക്കാം. രേഖ ചേച്ചി 3000ത്തിലേക്ക് ഒന്നും നോക്കാതെ കിടക്കാൻ പോവാണ്. കണ്ണും പൂട്ടി കിടക്കാൻ പോവാണ്. ഈ കലാഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ നമ്മള് എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയായില്ലെങ്കിൽ നല്ല അടി കിട്ടും എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതുപോലത്തെ ഒരു മത്സരമാണ് അടുത്തത്. ചാട്ടയടിയാണ് അടുത്ത മത്സരം. ഒരു ചാട്ട കൈ തരും, കുറെ ബലൂണുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ചാട്ടയുടെ തുമ്പത്ത് ബലൂൺ പൊട്ടാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ബലൂൺ ഇങ്ങനെ ചാട്ട കൊണ്ട് അടിച്ച് പൊട്ടിക്കണം. 3000ന്റെ ഗെയിം നമ്മൾ തുടങ്ങാൻ പോകുന്നു. രേഖ ചേച്ചി റെഡിയായി നിൽക്കുന്നു. ചാട്ടയടി. 3000 രൂപയുടെ ഗെയിമിന് രേഖ ചേച്ചി ഇതേ ചാട്ടവാറൊക്കെ കൈ പിടിച്ച് റെഡിയുണ്ട്. എന്നതാ അത് അതിന്റെ അകത്ത്? ദണ്ട് മുള്ളോ? എന്റെ പൊന്നേ. ഓക്കെ, ഈ കാണുന്ന ബലൂണുകളാണ് പൊട്ടിക്കേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കണം, ചാട്ടവാറിനടിക്കുന്ന പോലെ. 80 സെക്കൻഡ് സമയമുണ്ട്. ഈ കാണുന്നതിൽ നിന്ന് 8 എണ്ണമാണ് പൊട്ടിക്കേണ്ടത്. അങ്ങനെ ചെയ്ത് പൊട്ടിച്ചാൽ നമ്മൾ തരും 3000 രൂപ. റെഡിയല്ലേ? അപ്പോ ബലൂണൊക്കെ റെഡിയാക്കി പിടിച്ചു. റെഡി, 1 2 3 സ്റ്റാർട്ട്. പൊട്ടിച്ചോ? ആ, കൈ എത്തട്ടെ. ചാട്ടവാറാമ എത്തട്ടെ. നിങ്ങൾ ബാക്കിയുള്ളവരൊന്ന് കൈയടിച്ച്. ആ, ഒന്ന് ടെക്നിക്ക് എന്തായാലും പിടിയിട്ടില്ല ആൾക്ക്. ആ, പോരട്ടെ. എന്റെ പൊന്നെ. ആയിക്കോട്ടെ. അടുത്തത് പോരട്ടെ. 2. അത്യുഗ്രമായ മത്സരം. അപകടം. ബലൂണിലേക്കല്ല എത്തുന്നത്. 3. അതുപോലെ തന്നെ. 4. ഇനി ഇവരെ ഒന്ന് പരീക്ഷിച്ചു നോക്കി. അതങ്ങനെ തീർത്തു. ഓക്കെ, നമ്മൾ 5 എണ്ണം ആയിട്ടോ. ഇനി 3 എണ്ണം കൂടി മതി. ഓക്കെ, ഇവിടെ പോരട്ടെ. നമ്മളെ കൂടി ഇപ്പൊ അങ്ങോട്ട് പോയാലോ. പൊട്ടിച്ചോ തരും. ലാസ്റ്റ് വൺ. ആ ടെക്നിക്ക് ഇനി വേണ്ട കേട്ടോ. ലാസ്റ്റ് വൺ. അടിപൊളി. 3000 രൂപ. രേഖ ചേച്ചി 3000 രൂപ കയ്യോടെ അങ്ങോട്ട് സ്വന്തമാക്കിയിരിക്കുകയാണ്. സന്തോഷായില്ലേ? വളരെ സന്തോഷായില്ലേ? എന്തായാലും ആ 2000 ബാക്കി 1000 രൂപ നമ്മൾ നേരത്തെ തന്നു. ബാലൻസ് 2000 രൂപ ഐശ്വര്യമായിട്ട് ഞങ്ങൾ തരാൻ പോവാണ്. റെഡിയല്ലേ? എന്താണ് സന്തോഷം. പളപളകുന്ന നോട്ടുകെട്ടുകൾ. 2000 രൂപ കൂടി കൊടുക്കുന്നു. മൊത്തം 3000 രൂപ ആയിരിക്കുന്നു. ഇനി നമുക്ക് 5000ന്റെ ഗെയിമാണ്. 5000ന്റെ ഗെയിം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ 10000ത്തിലേക്കുള്ള എൻട്രിയാണ്. ഇത് ജയിച്ചാൽ നമുക്ക് 10000ത്തിലേക്ക് പോവുകയും അത് ജയിച്ചാൽ 10000 രൂപ സ്വന്തമാക്കുകയും ചെയ്യാം. നമുക്ക് ഗെയിം എന്തായാലും ലോട്ട് എടുക്കാം. അപ്പോ രേഖ ചേച്ചിക്ക് 5000ന്റെ 10000ത്തിലേക്കുള്ള എൻട്രിയുടെ ഗെയിം റെഡിയാണ്. ഈ ഗെയിമിന്റെ പേര് ഇരുതല ചട്ടുകം എന്നാണ്. ഇരുതല ചട്ടുകം എന്ന് പറഞ്ഞ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൈയിലും ചട്ടുകം തരും, 2ലും ബോളുകൾ തരും. ഈ ബോള് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി നമ്മളൊരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാവും, അതിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ ഇവിടുന്ന് ബോളുകൾ കൊണ്ടുപോയി കൊണ്ടേ ഇരിക്കേണ്ടി വരും. ബാലൻസിങ് ആണ് സത്യത്തിൽ ഗെയിം എന്ന് പറയുന്നത്. റെഡിയല്ലേ? അപ്പോൾ ഇവിടെ സെൻട്രലിൽ നിൽക്കുക, എന്നിട്ട് ഇതിന്റെ സെൻട്രലിൽ പിടിക്കുക, 2 സൈഡിലും ഓരോ ബോൾ വീതം വെക്കുക, നടന്ന് അവിടെ പോവുക, അതിൽ ഡംപ് ചെയ്യുക. ഇടയിൽ ഒരു ബോൾ നിലത്ത് വീണാൽ തിരിച്ചു വരിക, എന്നിട്ട് ഇവിടുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. 60 സെക്കൻഡാണ് സമയം. ഗെയിം തുടങ്ങുന്നു. 1 2 3 സ്റ്റാർട്ട്. കളിക്ക് നന്നായിട്ട് കൈയടിക്കണം. നിർണായക മത്സരമാണ്. 10000ത്തിലേക്കുള്ള എൻട്രിയാണ്. നന്നായിട്ട് ബാലൻസ് ചെയ്ത് പൊക്കോളൂ. അത് തന്നെ കളരിയൊക്കെ പഠിച്ചല്ലോ, അതുപോലെ പോരട്ടെ. 15 സെക്കൻഡ് കഴിഞ്ഞു. 15 സെക്കൻഡ് കഴിഞ്ഞു. പക്ഷെ സാധിക്കും, ധൈര്യമായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ.
രണ്ടെണ്ണം എത്തി. ഇനി നമുക്ക് 30 സെക്കൻഡ്. കൈ വറക്കണ്ട. ആ പയ്യെ നേരത്തെ ചെയ്ത പോലെ തന്നെ. കറക്റ്റ് ആണ്. അത് തന്നെ വെച്ച് മുന്നോട്ട് പോകുന്ന സമയം പോകുന്നു. ഇവരുടെ പാട്ടുപാടികൾ കൊണ്ടുവരുന്നു. അയ്യോ അവിടെ പോയി ഒരുപാട് പോയി. തിരിച്ചു വാ. അങ്ങനെ തന്നെ ബാക്കോട്ട് പോട്ടെ. പോട്ടെ. അവിടെ നിന്നോ വേഗം ഒരെണ്ണം എടുത്ത് വെച്ചോ. ആ സൈഡിൽ എടുത്ത് വെച്ചു. ഇവിടുത്തെ ഓക്കെയാണ്. സൂക്ഷിച്ച് പോട്ടെ. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. പോട്ടെ. ഓക്കെ. ഓ 2 തവണ എത്തിയിട്ടുണ്ട്. അവിടെ ഒരെണ്ണം പോയല്ലേ. ഞാൻ കൗണ്ട് ഡൗൺ തുടങ്ങാൻ പോവാണ്. 10. നിങ്ങൾ കൂടി സഹകരിക്കോ? 9, 8, 7, 6, 5, 4, 3, 2, 1. സമയം കഴിഞ്ഞു. സാരില്ല. 5000ന്റെ റൗണ്ടിൽ നിന്നും രേഖ ചേച്ചി പുറത്തായി. പക്ഷെ 3000 രൂപ ചേച്ചിക്ക് സ്വന്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. 3000 രൂപയ്ക്ക് ഒരു വാദ്യോപകരണം മേടിക്കാൻ പറ്റുമോ? സാധ്യത വളരെ കുറവാണ്. എന്നാൽ പോലും എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ നിങ്ങളുടെ ഗ്രൂപ്പിന്. അതുകൊണ്ട് ക്വാൻലി ഇന്നർവെയർ നൽകുന്ന ഒരു കിഡിലൻ സമ്മാനം. നല്ലൊരു കൈഡി കൊടുത്തേ. ഓക്കെ, ഇനി പോകുന്ന പോക്കില് എനിക്കൊരു സമ്മാനം വേണം. വിഷമമൊന്നും ആയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പാട്ട് 4 വരി മതി. നാടൻ പാട്ട്. റെഡി, തുടങ്ങിക്കോ. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പൂരാനെത്തിടും മുമ്പേ കരിങ്കാരും കോര പറിച്ചാട്ടേ. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പൂരാനെത്തിടും മുമ്പേ കരിങ്കാരും കോര പറിച്ചാട്ടെ. തക താത്തിനെന്തക തെയ്താര തകദിനന്തക തെയ്താര താത്തിനന്തക തകദിനന്തക തരദിനന്തക തെയ്താര താത്തിനന്തക തെയ്താര താത്തിനന്തക തകദിനന്തക തരദിനന്തക തെയ്താര. തോൽവിയുടെ യാതൊരു സങ്കടങ്ങളുമില്ലാതെ പാട്ടും പാടി ഉഷാറാക്കിയിട്ട് നമ്മുടെ രേഖ ചേച്ചി ടാറ്റ പറയുന്നു. ടാറ്റ. രേഖ ചേച്ചി മൊത്തത്തിൽ കാര്യങ്ങൾ ഉഷാറാക്കിയിട്ട് ഇവിടെ നിന്ന് ഇപ്പൊ പോവുകയുള്ളൂ. ഇനി നമുക്ക് 4 കണ്ടസ്റ്റ് കൂടി ബാക്കിയുണ്ട്. അതിൽ നിന്ന് ഒരാളെ ലോട്ടിട്ട് തീരുമാനിക്കേണ്ട സമയമാണ്. അതിനു മുമ്പ് സി കേരളം സൂപ്പർ ബമ്പർ കോപ്പ് പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സിക് ചോക്കോ ചിപ്പ് കുക്കീസിൽ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോപ്പ് പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സിക് ചോക്കോ ചിപ്പ് കുക്കീസ്. ഇനി നമുക്ക് ലോട്ട് എടുക്കേണ്ട സമയമാണ്. ഇതിൽ നിന്ന് ഒരാളെ അങ്ങോട്ട് എടുത്തേക്കാം അല്ലേ? അടുത്ത മത്സരാർത്ഥി ഷെറിൻ. എവിടെ ഷെറിൻ? ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി നമ്മുടെ രണ്ടാമത്തെ മത്സരാർത്ഥി ഷെറിൻ ദാ ഇവിടെ റെഡിയായി നിൽക്കുന്നു. നമസ്കാരം ഷെറിൻ. നമസ്കാരം. എന്ത് ചെയ്യുന്നു? ഞാൻ +1 പഠിക്കുന്നു. ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ വെള്ളാരങ്കണ്ണാണെന്ന്? ഉണ്ട്. കൊറേ പേര് പറഞ്ഞിട്ടുണ്ടോ? അത് ശരി, പൂച്ചക്കണ്ണെന്നാ പറയാറില്ലേ? പക്ഷെ ഞാനത് മാറ്റി വെള്ളാരങ്കണ്ണാക്കി. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഷെറിന്റെ? എന്റെ വീട്ടില് പപ്പയുണ്ട്, മമ്മിയുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്. ഇവരുടെ കൂടെ സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കളികളൊക്കെ ഉണ്ടാവല്ലോ വീട്ടില്? ഇടികൂടി കളിയാണോ അതോ? ഞാൻ എന്റെ വീട്ടിലല്ല. ആണോളെ? വേറെ സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നത്? അമ്മന്റെ വീട്ടില. ഓ അത് ശരി. ഓക്കെ, ഷെറിന്റെ ആദ്യത്തെ മത്സരം ഏതാണെന്ന് അറിയാൻ ഷെറിന് ആകാംക്ഷയാണല്ലേ? പിന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട്. നിങ്ങൾക്കില്ലേ? ഇല്ലേ? നിങ്ങൾക്കും എന്തായാലും ഉണ്ടാവും അറിയാം. എന്തായാലും നമുക്ക് ആ ലോട്ട് എടുക്കാം. അതിനു മുമ്പ് ഷെറിൻ വീട്ടിലല്ല നിന്ന് പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും സ്ഥലം എവിടെയാ? പുറക്കാട്. അത് അവിടെയാണോ ഈ പുറക്കാട്ട് കടപ്പുറത്ത് ചാകര അങ്ങനെയല്ലേ സംഭവം? ആ ഫേമസ് സ്ഥലമാണ് പുറക്കാട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആരുടെ കൂടെ നിൽക്കുന്നത്? ഇവിടെ അമ്മയുടെ വീടാണ്. ഇവിടെ അമ്മയുടെ വീട് എന്ന് പറയുമ്പോ അവിടെ അമ്മമാരൊക്കെ ഉണ്ടോ? ആണോ? അമ്മാവന്മാർ എത്ര അമ്മാവന്മാര് കാണും? 2 അമ്മാവന്മാരുണ്ട്. 2 പോലീസും ഇളയത് പട്ടാളം കേട്ടോ. ഈ പട്ടാളൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ടോ? നാട്ടിലുണ്ടോ? പട്ടാളം ഇവിടെ ഇല്ല, പോലീസുണ്ട്. പുള്ളിനോട് പറഞ്ഞേക്കിട്ടോ ഗെയിം നടത്തി തോറ്റാലും ഞാൻ പാവാണെന്നൊക്കെ പറയണം കേട്ടോ. അവരും പാവാന്നേ. അവരും പാവണോ? പാവം പോലീസും പാവം പട്ടാളമാണോണ്ട് എനിക്ക് പേടിക്കാനോ പ്രശ്നമുള്ളൂ അല്ലേ? ഓക്കെ, എന്തായാലും ഗെയിം എടുത്താലോ? റെഡി, വാ. എന്തായാലും ഷെറിന്റെ ആദ്യത്തെ 1000 രൂപയുടെ ഗെയിം കളിവണ്ടി. കളിവണ്ടിയില് നമ്മൾ ഫ്രണ്ടില് ഒരു സ്പൂൺ വെച്ചിട്ടുണ്ട്, അതിൽ ബോൾ വെക്കും.
ആ ബോൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി ഇടലാണ് ഗെയിം. നമ്മളൊരു ട്രാക്ക് തരും, ആ ബാലൻസിങ് ആണ് ഇവിടെയും പ്രശ്നം. റെഡി അല്ലേ? ഷെറിനുള്ള ഉന്തുവണ്ടി ഇവിടെ റെഡിയാണ്, കണ്ടല്ലോ അല്ലേ? അപ്പോൾ അവിടെ ഇരിക്കുന്ന ബോളുകളിൽ നിന്ന് ഈ ഉന്തുവണ്ടി കൊണ്ട് ഒരെണ്ണം വീതം കോരി ഈ ട്രാക്കിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് അവിടെ കൊണ്ടുപോയി ഇടണം. അതാണ് ഗെയിം. ഓക്കെ, അങ്ങനെ തന്നെ റിവേഴ്സ് എടുത്ത് തിരിച്ചു വരിക, ഇവിടെ വരിക, ഇങ്ങനെ വരിക, വീണ്ടും ഫ്രണ്ട് പോവുക, അടുത്തത് എടുക്കുക. 120 സെക്കൻഡ് ആണ് നമ്മൾ ഷെറിന് കൊടുക്കുന്ന സമയം. 120 സെക്കൻഡിനുള്ളിൽ 6 ബോളുകൾ അവിടെ എത്തിച്ചാൽ മതി. മത്സരാർത്ഥി റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. മത്സരം നമ്മൾ തുടങ്ങുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. അടിപൊളി. നേരെ വണ്ടി പുറക്കാട്ടേക്ക് പോകോ. അതാണ് പുറക്കാട്ട് കടപ്പുറം. ആ കടപ്പുറത്ത് നമ്മൾ ബോൾ വിട്ട് ഇടാൻ പോവാണ്. അതന്നെ, അടിപൊളി അടിപൊളി. 1 അടിപൊളി. തിരിച്ചു വാ, നന്നായിട്ട് കേൾച്ച്, എല്ലാവരും നന്നായിട്ട് കൈയടിച്ച്. തിരിച്ച് അങ്ങനെ തന്നെ മുന്നോട്ട് പോക്കോ, അങ്ങനെ തന്നെ മുന്നോട്ട് പോക്കോ. രണ്ടാമത്തെ ബോൾ നമ്മളിത് സിമ്പിൾ ആയിട്ട് ഇപ്പം എടുക്കും. അങ്ങനെ തന്നെ പോരട്ടെ. രണ്ടാമത് കുറച്ച് വീഴാതെ വണ്ടി കുറച്ച് സ്പീഡ്. അങ്ങനെ അത് തന്നെ. കറക്റ്റ്. പോരട്ടെ. രണ്ടാമത്തെ. ഇനി 4 എണ്ണം കൂടി നമ്മൾ അവിടെ എത്തിക്കണം. സമയമുണ്ട്, ധൃതി വേണ്ട. പോരട്ടെ. ഇതിലും ഭേദം എല്ലാം 8 എടുക്കാൻ കൊടുക്കുന്നതായിരുന്നു. ഇതെന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയ ഓർമ്മയാണ് എനിക്ക് കാണുമ്പോൾ വരുന്നത്. പോരട്ടെ. 3 നന്നായിട്ട് കേട്ടിട്ട് 3 കൂടി ഷെറിനെ അവിടെ എത്തിച്ചാൽ മതി. അതന്നെ. വേഗം പോരട്ടെ. അത് പൊക്കി പിടിച്ചാൽ മതി, ചാടി പോകാണ്ടിരിക്കും. കറക്റ്റ്. അത് തന്നെ. പോരട്ടെ. റോഡൊക്കെ തീർന്നിട്ട് എത്തിക്കൊണ്ട്, പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് അല്ലാത്തോണ്ട് കുഴപ്പമില്ല. നാലാമത്തെ അവിടെ രണ്ടെണ്ണം കൂടി കിട്ടാം. 2 കൂടി എത്തിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പോരട്ടെ. മുന്നോട്ട് പോരട്ടെ. ബാസ്കറ്റ് മൊത്തത്തിൽ കോരി എടുക്കാനുള്ള പ്ലാനാന്ന് തോന്നുന്നല്ലോ. അത് തന്നെ. അത്രേ ഉള്ളൂ. പോരട്ടെ. അടിപൊളി. ഇത് ജയിക്കും. ഒരെണ്ണം കൂടി മതി. ദൈവമേ. പോരട്ടെ. അടിപൊളി. 30 സെക്കൻഡ് കൂടി സമയം ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പോരട്ടെ. ഒരെണ്ണം കൂടി അവിടെ എത്തിച്ചാൽ മതി. ഇവരെ എല്ലാവരും പ്രാർത്ഥിക്കുകയാണെന്ന് തോന്നുന്നു. എല്ലാവരും എങ്ങനെ ടെൻഷൻ എടുത്ത് നോക്കി നിൽക്കാം. പോരട്ടെ. 10 9 8 7. ഷെറിന് 1000 രൂപ സിമ്പിളായിട്ട് അങ്ങോട്ട് നേടി എന്ന് പറയാൻ പറ്റുമോ? ഇത്തിരി കഷ്ടപ്പെട്ടു അല്ലേ ഷെറിന്? എന്തായാലും ഷെറിന് 1000 രൂപ കയ്യോടെ അങ്ങോട്ട് കൊടുത്തേക്കാം. എല്ലാവരും നന്നായിട്ടൊന്ന് കൈയടിച്ചേ. ഷെറിൻ 1000 രൂപ. ഓക്കെ, ഷെറിൻ 1000 രൂപ സ്വന്തമാക്കിയ സന്തോഷത്തിൽ ഒരു നാടൻ പാട്ട് പാടിത്തരാന്ന് നമ്മുടെ ഇവിടുത്തെ ചേച്ചിമാര് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥി അടക്കം, രേഖ ചേച്ചി അടക്കമാണ് അത് റെഡി ആയിട്ട് നിൽക്കുന്നത്. കുട്ടനാട്ടിൽ പദം കൊയ്ത്തിനു പോകുവാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ. അച്ഛനളിയനടങ്കരും കൂട്ടരും അച്ഛനന്മാരങ്ങും ഒത്തുകൂടി. കുട്ടനാട്ടിൽ പദം കൊയ്ത്തിനു പോകുവാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ. അച്ഛനളിയനടങ്കരും കൂട്ടരും അച്ഛനന്മാരങ്ങും ഒത്തുകൂടി. തിന്താരേ തക തിന്തകത്താരാ, തിന്താരേ തക തിന്തകത്താരാ. ഏരൻ്റെപ്പ ഏരപ്പ ഏരേരൻ്റെപ്പ ഏരൻ്റെപ്പ ഏരപ്പ ഏരേരൻ്റെപ്പ. കെട്ടുവള്ളത്തിന്റെ കെട്ടഴിച്ചാറന്തപ്പൂ വിരിച്ചേതകതിന്തകത്തെ. കുട്ടനാട്ടിൽ പദം കൊയ്ത്തിനു പോകുവാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ. കെട്ടുവള്ളത്തിന്റെ കെട്ടഴിച്ചാറന്തപ്പൂ വിരിച്ചേതകതിന്തകത്തെ. കുട്ടനാട്ടിൽ പദം കൊയ്ത്തിനു പോകുവാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ. തിന്താരേ തക തിന്തകത്താരാ, തിന്താരേ തക തിന്തകത്താരാ. തിന്താരേ തക തിന്തകത്താരാ, തിന്താരേ
തിന്താരേ തക തിന്തക താരാ ഏരണ്ടപ്പ ഏരപ്പ ഏരണ്ടപ്പ ഏരണ്ടപ്പ ഏരപ്പ ഏരണ്ടപ്പ ചിത്തിര ചിര ചെറിയ കുറി ചിത്തിര പെണ്ണുങ്ങൾ ഒത്തുകൂടി കുട്ടനാട്ടിൽ പദം കൊയ്ത്തിനു പോകുവാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ ചിത്തിര ചിര ചെറിയ കുറി ചിത്തിര പെണ്ണുങ്ങൾ ഒത്തുകൂടി കുട്ടനാട്ടിൽ പദം കൊയ്ത്തിനു പോകുവാൻ വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ തിന്താരേ തിന്താരേ തക തിന്തക താരാ തിന്താരേ തിന്താരേ തക തിന്തക താരാ ഏരണ്ടപ്പ ഏരപ്പ ഏരണ്ടപ്പ ഏരണ്ടപ്പ ഏരപ്പ ഏരണ്ടപ്പ രാമങ്കരി കുന്നങ്കരി തായങ്കരി ജയന്തങ്കരി വെട്ടിത്തൂര് തങ്ങ് കോഴിമുക്ക് കണ്ടപ്ര കൈതപ്ര ആലപ്ര വേഴപ്ര പട്ടായം കോട്ടയം പാണ്ടനാട് രാമങ്കരി കുന്നങ്കരി തായങ്കരി ജയന്തങ്കരി വെട്ടിത്തൂര് തങ്ങ് കോഴിമുക്ക് കണ്ടപ്ര കൈതപ്ര ആലപ്ര വേഴപ്ര പട്ടായം കോട്ടയം പാണ്ടനാട് തിന്താരേ തിന്താരേ തക തിന്തക താരാ 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 ഏരണ്ടപ്പ ഏരപ്പ ഏരണ്ടപ്പ ഏരണ്ടപ്പ ഏരപ്പ ഏരണ്ടപ്പ ഒറ്റാലൂന്നി കുളം കലക്കി പെണ്ണ് പൂമരച്ചാലിലെ മീൻ പിടിച്ചേ നീട്ടി നീട്ടി മുളകരച്ചു പെണ്ണു 9 ചട്ടിക്കറിക്കരച്ചേ ഒറ്റാലൂന്നി കുളം കലക്കി പെണ്ണ് പൂമരച്ചാലിലെ മീൻ പിടിച്ചേ നീട്ടി നീട്ടി മുളകരച്ചു പെണ്ണു 9 ചട്ടിക്കറിക്കരച്ചേ തിന്താരേ തിന്താരേ തക തിന്തക താരാ 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 ഏരണ്ടപ്പ ഏരപ്പ ഏരണ്ടപ്പ ഏരണ്ടപ്പ ഏരപ്പ ഏരണ്ടപ്പ കാല് തട്ടി കഴുക്കോലു തട്ടി എന്റെ കാലിൽ കിടന്ന ജീലങ്ക പൊട്ടി കല്ലുമാല പൊട്ടി ഓലത്താറോ പൊട്ടി ഓലത്തോട പൊട്ടി അരത്താലി പൊട്ടി കാല് തട്ടി കഴുക്കോലു തട്ടി എന്റെ കാലിൽ കിടന്ന ജീലങ്ക പൊട്ടി കല്ലുമാല പൊട്ടി ഓലത്തോട പൊട്ടി അരത്താലി പൊട്ടി തിന്താരേ തിന്താരേ തക തിന്തക താരാ തിന്താരേ തിന്താരേ തക തിന്തക താരാ ഏരണ്ടപ്പ ഏരപ്പ ഏരണ്ടപ്പ കുട്ടനാടിന്റെ ഒരു സ്പെഷ്യൽ നാടൻ പാട്ടാണ് നമ്മൾ കേട്ടത്. കുട്ടനാടിന്റെ താളമാണ് നമ്മളിപ്പോ കണ്ടത്. സന്തോഷമായില്ലേ ഷെറിൻ? പിന്നെ ഇനി നമുക്ക് 2000ന്റെ പരിപാടിയിലേക്ക് പോകാലോ. ഓക്കെ 2000ന്റെ പരിപാടി എന്ന് പറയുന്നത് 3000ത്തിലേക്കുള്ള എൻട്രി ആണെന്നുള്ളത് അറിയാലോ അല്ലെ? 2000 രൂപ കൈ കിട്ടൂല. 3000 ജയിച്ചാലാണ് ടോട്ടൽ 3000 കൈ കിട്ടുള്ളൂ. എന്നാൽ ലോട്ടെടുത്തോ, എന്താണ് ഗെയിം എന്ന് നോക്കാം. ഓക്കെ, ഷെറിന്റെ അടുത്ത ഗെയിമിന്റെ പേര് കോൽപന്ത് എന്നാണ്. നമ്മൾ പന്തും കോലും തരും, അവിടെ ഗ്ലാസും വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ ഗോൾഫൊക്കെ കളിക്കുന്ന പോലെ ഈ പന്ത് തട്ടിയിട്ട് നമ്മൾ ആ ഗ്ലാസ് തെറിപ്പിച്ചാൽ മതി. കുഴിയിലിടല, ഗ്ലാസ് തെറിപ്പിച്ചാൽ മതി, തട്ടി തെറിപ്പിച്ചാൽ മതി. ജയിച്ചാൽ 3000 ആണ്. 3000ത്തിലേക്കുള്ള എൻട്രി ആണ്. അപ്പോ ഷെറിന്റെ അടുത്ത മത്സരം കോൽ പന്ത്. ഇതിന് ഓരോ ബോളുകൾ വീതം ഇതിലെടുത്ത് വെക്കുക. അത് തട്ടി തെറിപ്പിച്ച ആ ഗ്ലാസ് തെറിപ്പിക്കുക എന്നുള്ളതാണ് ഗെയിം. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, എന്നാൽ ഒരിക്കൽ കൂടി പറഞ്ഞാണ്, ഉന്നം പിടിച്ച് തട്ടി തെറിപ്പിച്ചോളണം. ഷെറിൻ റെഡിയാണ്, നമ്മളും റെഡിയാണ്, നിങ്ങളും റെഡിയാണ്. നമ്മൾ തുടങ്ങുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. നന്നായിട്ട് കൈയടിച്ചോ, നന്നായിട്ട് കൈയടിച്ചോ. ഷെറിൻ ഉന്നം നോക്കി. അതിന്റെ അടുത്ത് കൂടെയൊക്കെ പോകുന്നുണ്ട് എന്തായാലും. കുറച്ചുകൂടി പൊക്കി അടിക്കാൻ നോക്കി, കുറച്ചുകൂടി പൊക്കി പൊക്കി. അതന്നെ. ഷെറിൻ എന്നോടുള്ള വാശിക്കാന്ന് തോന്നല, അത് മൊത്തത്തിൽ തട്ടി തെറിപ്പിച്ചത്. ഓക്കെ, അവിടെ ക്യാച്ച്. അമ്മൂമ്മക്ക് കിട്ടിയിട്ടുണ്ട് അത്. അടിപൊളി. തിരിച്ചില്ല എന്നുള്ള കാര്യം മറക്കുക. അതെ, ഷെറിൻ ജസ്റ്റ് മോളിൽ കൂടെ ആയി. അത് നിലത്ത് പോയി, അടുത്തെടുത്ത് വെച്ചോ. പോട്ടെ. അനങ്ങുന്നുണ്ട്, അനങ്ങുന്നൊക്കെ ഉണ്ട്. റെഡി. കൃത്യമായിട്ട് കോലോ ഈർക്കിളി എന്തെങ്കിലും കൊടുത്താൽ പോരായിരുന്നോ?
കൗണ്ട് ഡൗണിനുള്ള സമയമായിട്ടുണ്ട്. 10 9 8 7 6 5 4 3 2 1. എന്തായാലും ഷെറിൻ സന്തോഷമായി. 1000 രൂപ കിട്ടി. കുറച്ചും കൂടി സന്തോഷമാവാൻ വേണ്ടിട്ട് ഒരു സമ്മാനം കൂടി തരട്ടെ. ഫോർവിഷ് മാട്രസ് നൽകുന്ന ഒരു നല്ല സമ്മാനമുണ്ട് നമ്മുടെ വക. നല്ലൊരു കൈഡി കൊടുത്തേ ഷെറിന്. ഷെറിൻ ഭയങ്കര ഉഷാറായിട്ട് മത്സരിച്ചു. നല്ലൊരു കൈഡി. അപ്പൊ താങ്ക് യു, ഓൾ ദ വെരി ബെസ്റ്റ്. വീണ്ടും കാണാം. മറ്റൊരു അത്യുഗ്രൻ എപ്പിസോഡ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും ഗെയിമും ഒക്കെ ആയിട്ട് ചിലപ്പോൾ നാളെ ഞാൻ എത്തുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും ഇടയിലേക്കായിരിക്കാം. നമുക്ക് ഏറ്റുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ മിഥുൻ ഇവിടെ നിന്ന് ടാറ്റ പറയുന്നു. സി കേരളം സൂപ്പർ ബമ്പർ കോ പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ നിന്നും ഗുഡ് ബൈ.